ദോശ ചെറീസോ ഞാനജ്ജ അറിഞ്ഞല്ലേ ആ ബീരാങ്കാന്റെ 2 പൈക്കള് ചത്തത്. ചാവണം. എന്താ അറിയോ, ഞാൻ 2 പൈക്കളെ വളർത്തിയിട്ടേ അയാളെ സൊസൈറ്റിയിൽ ഞാൻ പാലിൽ വെള്ളം ചേർക്കുന്നുണ്ട് പറഞ്ഞ കച്ചറുണ്ടാക്കിയ മനുഷ്യരാണ്. അയാളെ ഇനിയിപ്പോൾ ഇത് വെച്ചിക്കാണ്ട് അതിന് മുതലാക്കും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ പൈ ചത്തല്ലോ, തൊടുപുയല്ലേ, ഞാൻ അതിനെന്തെങ്കിലും വിത്തന അയാൾ ഉണ്ടാക്കും. ഈ പഞ്ചായത്തിൽ ഇങ്ങനത്തെ തരികിട തന്ത മോനായാലും വലിയ തരികിട. തൊടുപുയത്തെ കുട്ടിക്ക് പൈസ കിട്ടിയറിഞ്ഞാലേ അതൊരു ചെറിയ കുട്ടിയല്ലേ, അതിനെല്ലാവരും കൂടി അവിടെ സംഘടിപ്പിച്ച് കൊടുത്താണ്. ഇയാൾക്ക് എന്നമാതിരി ആരാ പൈസ കൊടുക്കണം? സംഭവമൊക്കെ ശരി തന്നെയാണ്. 1.5 ലക്ഷം രൂപ വിലൻ്റെ പയ്യൊക്കെ തന്നെയാണ്. എന്താ നിങ്ങൾ പറഞ്ഞു 1.5 ലക്ഷം റുപ്യ? മാളിയംകുളം ചന്തീക്കേ ഞാനും അയാളും കൂടെ പോയത്. എൻ്റെ കൊട്ടവണ്ടിയിൽ അതിനെ കൊടുന്നത് ആ 2 പൈക്കളാണ്. 30,000 റുപ്യ എണ്ണി കൊടുത്തുകൊണ്ട് പോകുന്നതാണ്. കുണ്ടി എല്ല് പൊന്തിയൊരു 2 പൈക്കളായിരുന്നു. നിങ്ങളെന്താ ഈ പറഞ്ഞേ? ആ തന്തി മോനെ ഇത്ര ഒരു തരികിട ജന്തുക്കൾ വേറണ്ട, നാശനം കെട്ട ജന്തുക്കൾ എന്തേ ഒപ്പിച്ചപ്പം ചെയ്യേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്ത് തരികിടെന്ന് വെച്ചാൽ പറയേണ്ടത്? ഓല അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല. അനക്കും ഓലോട് ഈറണ്ട് വെച്ചിട്ട് നമുക്ക് കാണാം. നമ്മൾ രണ്ടാളും ഇവിടെ ഉണ്ടാവുമല്ലോ. നമുക്ക് കാണാം. നിങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി അറ്റങ്ങളെ ആ പൈക്കളെ കുഴിച്ചിടാൻ എന്തേലും വച്ച് നോക്കി. അതൊക്കെ നബീസോ എന്നെ കൊണ്ട് കിട്ടിയതാണ് ഈ സംഗതി ഒക്കെ ഉണ്ടായിക്കേണ്ടത്. എത്തപ്പ ഞാൻ കാട്ടിയത്? പാലപ്പുള്ളിന്നേ ആഴ്ചമോൻ്റെ ഓർന്നേ മുടിയാഴ്ച കഴിഞ്ഞിക്കാണ്ട് 2 ദിവസം കഴിഞ്ഞിക്കാണ്ട് നമ്മൾ പോന്നപ്പോഴേ അവിടെ ഫ്രിഡ്ജിൽ 2 ദിവസം ഇരുന്ന ബിരിയാണി ആറ്റി അജിങ്ങോട്ട് പോകുന്നത്. അത് എന്നിട്ട് 4 ദിവസം നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ആ പൈക്കൊക്കെ കൊടുത്തുകാണ്ട് ഇജ്ജ് കൊന്നതല്ല നബീസു അറ്റങ്ങളെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ആ ബിരിയാണി ഇമ്മ കൊടുത്തിട്ട് തന്നെയാണ് അറ്റങ്ങൾ ചത്തക്കുണ്ട്. പിന്നെ ഇമ്മ എന്നോട് ബിരിയാണി വേണോ വെച്ചു. എനിക്ക് മനസ്സിലാക്കണം ആ ബിരിയാണി ശരിയില്ലാന്ന്. പൈക്കൾ നിന്നുകൊണ്ട് അറ്റങ്ങൾ ചത്തു. എനിക്കെന്തെങ്കിലും പറ്റിക്കണമെങ്കിലോ? പിന്നെ ഇനിയിപ്പൊ അതും പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇന്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട്. ഞമ്മക്ക് ഇത് വീഡിയോ എടുത്തുകാണ്ട് ഫേസ്ബുക്കിലൊക്കെ വിടാം. ഇപ്പൊ എല്ലായിടത്തും നാളെ ഒരു കുട്ടിന്റെ പൈക്കൾ ഇതേമാർക്ക് ചത്തിട്ട് കുട്ടിക്ക് കണ്ടമാനം പൈസ കിട്ടിയിരിക്കുന്നു. അതൊക്കെ ഫേസ്ബുക്കിൽ കൂടി വന്നതാണ് വീഡിയോ. നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്താലോ? പറഞ്ഞത് ശരി തന്നെയാണ് സുക്കൂറെ. ഞാനും എൻ്റെ ഫോണിൽ ആ കാര്യങ്ങൾ കണ്ടതാണ്. ആ കുട്ടിക്ക് വലിയ സംഖ്യ കിട്ടിക്കണു. അത് സിനിമാ നടന്മാരും വേറെ കായുള്ള കുറേ ആൾക്കാരൊക്കെ വന്നിക്കാണ്ട് കായ് കൊടുത്തേക്കണു. നമ്മളെ പജ്ജ് 15,000 റുപ്യേൻ്റെ പജ്ജാണ്. നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കും തെറ്റില്ല. ഇജ്ജാ വിളിച്ചറിഞ്ഞിക്കാണ്ടേ ആ യൂട്യൂബിൽ വീഡിയോ വിടേണ്ട ആൾക്കാരുണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ, ഓലൊന്ന് കൊണ്ടുവരാൻ കജ്ജു എനിക്ക്. ഇപ്പ ഞാൻ അറിഞ്ഞ ഒരാളുണ്ട് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യണ്ടേ. അതിൽ നമ്മളൊരു വീഡിയോ ഇട്ടാണ്ടേ അത് കണ്ടമാനം ആൾക്കാർ കണ്ട ഉറപ്പായിട്ടും ചുരുങ്ങിയ നമുക്ക് 10 ലക്ഷം റുപ്യനും കിട്ടും. നമുക്ക് 2 പൈക്കൊക്കെ ആകെ 50,000 റുപ്യ ചിലവുള്ളൂ. ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുത്തൂടെ? നിങ്ങളെ അതും ഇതും പറഞ്ഞിക്കാതെ അറ്റങ്ങളെ കുഴിച്ചിടാൻ നോക്കിയാ ജന്തുക്കളെ ആവശ്യമില്ലാതെ പണിയെടുക്കാൻ നിൽക്കണ്ട. നിങ്ങള് അതും ഇതും പറഞ്ഞിക്കാണ്ട് ഇജ്ജ് ചേൽക്കാതെ ഓടി ഓടുന്ന് ആ പൈക്കളെ കൊന്നിക്കാണ്ട്. ഇപ്പ കുഴിച്ചിടാനായിട്ടില്ല. ആ യൂട്യൂബർ വരട്ടെ. ഇജ്ജ് വാനം വിളിച്ചോണ്ടിര എങ്ങനെയായിട്ട് ഇമ്മാന്റെ വർത്തമാനം കേൾക്കാം. ഇജ്ജ് വിളിച്ചോണ്ടിര മാറ്റിക്കാട്ടെ. 10 റുപ്യ കിട്ടണ്ട ഇല്ലാതാക്കണ്ടല്ലോ. ചേച്ചിയെ ഞാനേ ബീരാങ്കാക്കാന്റെ പശു ചത്തെന്ന് പറഞ്ഞിട്ടു. എവിടെ വീട് എവിടെയാ? അതെ അവിടെ ഒരു ഓവാലത്തിന്റെ പണി നടക്കണു. ആ വളവിലേ അവിടുന്ന് ആ റോട്ടിനാണ് കടന്നാൽ മതി. അവിടെ വണ്ടി പോവില്ല. അതാണ് കടന്നാലും അവിടെ ആളും പാളൊക്കെ കാണാം. ആ 2ാമത്തെ വീട് തന്നെയാണ് കേട്ടോ. എന്നാ ശരി കേട്ടാ, ഞാൻ പോയി നോക്കട്ടെ. അല്ല ഒട്ട് പോകണ്ടെങ്കി ഇല്ല. ഇപ്പൊ അതാ ഇരിക്കണു. അവിടെ എത്തിയില്ല. അതാണ് എന്റെ ഇപ്പ സങ്കടപ്പെട്ടിരിക്കണം. ഇവിടെ എത്തിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ യൂട്യൂബർ അതാ വന്നത്. സുഹൃത്തുക്കളെ, സിയോ ടെക് ട്രാവൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിൽ പൊന്മുള പഞ്ചായത്ത് 7ാം വാർഡിലുള്ളത്. ഞാൻ ഇന്നിവിടെ വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ഷീരകർഷകനായിട്ടുള്ള ബീരാങ്കാക്കൻ്റെ 2 പശുക്കളാണ് ചത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ബീരാങ്കാക്കനെ കണ്ടിട്ട് എന്താണ് കാരണങ്ങളെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. കുട്ടിയപ്പോൾ ഇത് ക്യാമറയിൽ പിടിച്ചത് തുടങ്ങിക്കണോ? ഇപ്പം തുണിക്കുപ്പായി നല്ല മാറ്റിക്കാട്. അതൊരു വൃത്തിയില്ലാത്ത തുണിക്കുപ്പായാണല്ലോ. പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലാണ് ജനങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. എന്നാ ബീരാങ്കാക്ക നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങ. അല്ല ഇപ്പൊ തുടങ്ങാൻ പറ്റേ? നിങ്ങൾ വർത്താനം പറയുമ്പോ നല്ല നുളോളിച്ചാണ് കേട്ടോ. അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. ആൾക്കാരൊക്കെ ചില ചില്ലറ കിട്ടണ്ടേ? ഞാൻ രാവിലെ നുരോളി തുടങ്ങിയല്ലോ സുക്കൂറെ. ഒന്നുകൂടി ഉണ്ടാക്കി നുളോളിച്ചൂടി. കുട്ടികളെ നിങ്ങളോടാണ് പറയണ്ടത് കേട്ടോ. എൻ്റെ 2 പൈക്കള് നല്ല പാലുണ്ടായിരുന്ന പൈക്കളാണ്. ഇന്നലെ ഞാൻ വൈകുന്നേരം തിന്നാൻ കൊടുത്ത് കെട്ടിയതാണ്. നേരം പോലത്തേക്കിന് അത് ചത്തക്കൊടും.
എന്റെ നബീസും അത് അറിഞ്ഞ ശേഷം തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. കുട്ടികളെ നോക്കും പോലെയാണ് ഓള് നോക്കേണ്ടത്. ഞാനും കുടിച്ചിട്ടില്ല. ആരും ഈ പേരിൽ ഒരാളൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെ ചത്തുന്നാവോ? എത്ര ലിറ്റർ പാലതിന് കിട്ടിയെന്ന സൊസൈറ്റിയിൽ ഞാൻ കൊണ്ടേ കൊടുത്തിരുന്നു. സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പാൽ കൊടുക്കേണ്ട മനുഷ്യൻ ഞാനായിരുന്നു. എന്റെ 2 പൈക്കളാണല്ലോ പഠിച്ചോനെ പോയത്. എന്താ കാട്ടിയതാവോ റബ്ബേ? ആരെങ്കിലും എന്തേലും കാട്ടിയതാവോ? എന്താ ഞാൻ ചേച്ചേണ്ടത്? ബീരാങ്കങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ ഈ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ കാണും. അപ്പോൾ ജനങ്ങൾ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നല്ല അതിനുള്ള പശുക്കൾ വാങ്ങാനുള്ള സഹായം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരയരുത്. എത്ര കുട്ടിയപ്പോ ഇജ്ജ് പറയേണ്ടത്? ഇജ്ജ് കുറച്ച് നേരത്തെ പറഞ്ഞു ഒരൊഴിച്ചാന്, ഇപ്പൊ പറഞ്ഞു ഒരൊഴിച്ചണ്ടാന്ന്. എന്താ ഞാൻ ചെയ്യേണ്ടത് ശരിക്ക്? നിങ്ങൾ കരണ്ടെന്നുള്ളത് ഞാൻ വെറുതെ ഓരോ ഓളത്തിൽ പറഞ്ഞാണ്. ഇത് നിങ്ങൾ കരയിനോടത്തോളം ആൾക്കാരെ ആ ഒരു എന്താ പറയുക, ആ ഒരു സിമ്പതി കിട്ടിയ കണ്ടാണ് നമുക്ക് വലിയ സഹായം കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം കരഞ്ഞോളൂ നിങ്ങൾ. ബിനാക്ക് നിങ്ങളെ ഈ വിഷമം കണ്ടിട്ട് നമുക്കും ആകെ വിഷമമായിട്ടുണ്ട്. നിങ്ങൾ ഈ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്നുള്ള ഒന്ന് ഇതിൽ ശരിക്കും ഒന്ന് പറയും. നമ്മൾ ഈ പ്രേക്ഷകരൊന്ന് കാണട്ടെ, അവർക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. ഞാൻ ഇന്നലെ പച്ചപ്പുല്ല് അരിഞ്ഞിക്കാണ്ട് എന്റെ പൈക്കൊക്കെ കുറെ കൊടുത്തതാണ്. അതേമാതിരി പുണ്ണാക്ക് എത്ര ഞാൻ കൊടുത്തുകൊണ്ട് പാല് കിട്ടാൻ വേണ്ടിയതാണ്. അത് തിന്നുകാണ്ട് എന്റെ പൈക്കൾ കിളുന്നതാണ്. നേരം കൊടുത്തപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയേണ്ടത്. എന്താ കാട്ടതാവോ? അപ്പപ്പാ 4 ദിവസം മുമ്പ് നമ്മളെ അമ്മായിൻ്റെ നടന്ന ബിരിയാണി ഒക്കെ നമ്മളെ പൈക്കൊക്കെയാണല്ലോ കൊടുത്തത്. നിങ്ങൾ പുല്ല് മാത്രമേ തിന്നിട്ടുള്ളൂ പറയണു. അത് അങ്ങനെ തന്നെ ചത്തതാണ്. അങ്ങനെ ചത്താണ് കുട്ടിയെ. ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചാണ്. 4 ദിവസം ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു. ഇപ്പൊ മാവായിട്ട് കൊടുക്കാനോട് കൊടുത്തു. അതിന്റെ പള്ളിയിലെത്തണ്ടാരേക്കാരും. ഇത് കട്ട് ചെയ്ത് കണ്ടിട്ടോ. അത് ഓഫാക്കിക്കാളെ. ഇത് സത്യത്തിൽ എന്നോട് പറയാലോ. നമ്മുടെ ഡോക്ടർമാരോടും വക്കീൽമാരോടൊന്നും ഇപ്പൊ നൊരുവിച്ചാൽ ഓഫാക്കിക്കണോ? ആ, നുണ അറിയാൻ പാടില്ല അറിഞ്ഞില്ലേ? ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബ് ഏറ്റെടുക്കണ്ട ഇതേറ്റെടുക്കണ്ട എന്നോട് നുണ അറിയാൻ പറ്റൂല. വൈക്കളെ കുറച്ച് ബിരിയാണി കുറെ ഉണ്ടായിരുന്നു. എന്റെ നെബീസും കൊണ്ടുപോയിക്കാണ്ട് അതൊക്കെ പാടെ കൊടുത്തതാണ്. അതിൽ ചത്തതാണ്. പിന്നെ ഇവൻ പറഞ്ഞു എന്റെ കൂട്ടുകാരന്റെ ആളെ വിളിച്ചാൽ യൂട്യൂബിൽ വിടാന്നൊക്കെ പറഞ്ഞു കാണ്ട്. അപ്പൊ എന്നെ വിളിച്ചേക്കേണ്ടത് ഇതിപ്പോ എടുക്കണില്ലല്ലോ, എപ്പോഴത്തെ. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചേക്കേണ്ടത്. അപ്പൊ അതൊന്നും പറയണ്ട. കായ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഇപ്പൊ ആ 15 വയസ്സായ കുട്ടിക്ക് തന്നെയല്ലേ നാളെ കാട്ടിയത്. അതേമാതിരി കിട്ടുമെന്ന് ഇപ്പം എന്നോട് പറഞ്ഞു. കിട്ടുകയാണെങ്കിൽ കാക്കാക്ക് ഒരു ഉപകാരമായി. പിന്നെ 15,000 റുപ്യൻ്റെ 2 വജ്ജയായിരുന്നു. 7,500 റുപ്യ ഉള്ളൂ. അത് കാര്യം പറഞ്ഞട്ടോ. ഒരു 1.5 ലക്ഷം ഒക്കെ പറയണതീന്. എന്നാലും കൂട്ടി പറയാം. എന്നാ ജോണായിക്കോ, അടുത്തത് ഓണായിക്കോ. ഓക്കെ സുഹൃത്തുക്കളാ, ഇപ്പൊ നമ്മൾ ഈ കാക്കാന്റെ 2 വിലപിടിപ്പുള്ള 2 പശുക്കൾ ചത്തിട്ടുള്ളത്. പക്ഷെ ഇവർ ഇതുകൊണ്ടാണ് ഈ ഉപജീവനം നടത്തുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വീഡിയോ കാണുമ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം ഇവർക്ക് ഇനി ഇതുകൊണ്ടൊരു വരുമാനം എന്ന് പറഞ്ഞാൽ ഇതില്ല. 2 പശുക്കൾ ചത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടും, അവർക്കൊരു സഹായം കിട്ടോളം മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാക്കാന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാക്കാന്റെ ഗൂഗിൾ പേ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, കഴിഞ്ഞു. വിരാക്ക വീഡിയോ കമ്പെടുത്ത് ഞാൻ പോകാൻ നിൽക്കുകയാണ്. എന്തായാലും നിങ്ങൾ അഭിനയൊക്കെ അടിപൊളിയാക്കണം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യാം. കുറെ കോൾ വരാൻ ചാൻസ് ഉണ്ട്. അവരോടൊക്കെ മാക്സിമം പറയാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, വിലപിടിപ്പുള്ള പശുക്കളായിരുന്നു, സഹായം അഭ്യർത്ഥിക്കണം എന്തായാലും. അപ്പൊ ഞാൻ പോട്ടെ. നോളിയുടെ അടിപൊളിയായിക്കണം, മികച്ച നടനാണ്. ശരി എന്നാ, കുട്ടി വന്ന് നന്നായി. താങ്ക് യു. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാം. ശരി എന്നാ. ഹലോ, ഞാൻ ബോഡി മീറ്റിന് കുറച്ച് വൈകിട്ട് എത്താൻ. എൻ്റെ വാർഡിലുള്ള ബിരാക്കാൻ്റെ ആ 2 പശുക്കൾ ചത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തായാലും ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് എനിക്കവിടെ പോകാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ചേട്ടാ, നമ്മളിപ്പോൾ എന്തിനാണ് ഈ കുഗ്രാമത്തേക്ക് നമ്മൾ വണ്ടി കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഏരിയക്ക് നടന്നു പോയിക്കൊണ്ട് കഷ്ടപ്പെട്ട് പോകേണ്ട ആവശ്യം? അതുപോലെ ഫേസ്ബുക്കിൽ താൻ കണ്ടില്ല ഒരു വയസ്സൻ അയാളെ പശുക്കൾ ചത്തിട്ട് നിന്ന് കരയുന്ന കണ്ടു. വേദനിച്ചു. അപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തല്ല ഇപ്പോൾ 2 ദിവസം മുന്നേ 2 പൈക്കൾ ഒരു വൃദ്ധ സ്ത്രീൻ്റെ മരിച്ചു പോയത്. ചേട്ടാ, അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും റീച്ച് ആയിട്ടില്ല. ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ റീച്ചായ കേസാണ്. അങ്ങനെ ഈ സിനിമാ നടന്മാരൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ പോയിക്കാൻ നമ്മൾ കാശ് കൊടുക്കണം. പിന്നെ ഞാൻ യൂട്യൂബർ വിളിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വിളിച്ചു. അവിടെ കാത്തൊക്കെയുണ്ട്. വിളിച്ചിരുന്നു, അവിടെ എത്തിക്കുന്നു പറഞ്ഞാണ്ട്. അല്ല, നിങ്ങളിപ്പോൾ ഇത് ഇൻഷൂർ ചെയ്തേക്കണം? എൻ്റെ 2 പജ്ജിൽ ഞാൻ ഇൻഷൂർ ചെയ്തേക്കണു പഞ്ചായത്തിൽ നിന്ന്. ഈ മെമ്പറെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടുമെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വെച്ച് വാങ്ങി തരുമാണ് കേട്ടോ. നോക്കട്ടെ, അത് നമ്മൾ പരിശ്രമിക്കാം. എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു പരിഗണന കിട്ടും. ആരാ വിളിച്ചിട്ടുണ്ട്? ആ ചെക്കനെ ആ വീഡിയോ വിട്ടല്ല കുട്ടി ഫേസ്ബുക്കിലൊക്കെ വിട്ടല്ലോ. അതിന് ശേഷം ഫോണൊക്കെ ഇങ്ങനെ സുക്കൂറാ ആരാ വിളിച്ചു നോക്കടാ. ഫോണൊക്കെ ഇങ്ങനെ ആൾക്കാർ വിളിച്ചു തന്നെയാണ് ഇപ്പോഴും കുറേ ആയിട്ട്.
പജ്ജ് നല്ല 2 പജ്ജാളായിരുന്നു. ആ സൊസൈറ്റിക്ക് പാല് ഞാൻ കൊടുത്തിങ്ങനെ വളർത്തിയിരുന്നു. എന്തുമാതിരി പാൽ കൊടുത്തിരുന്നു അറിയോ. പോയപ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. ഇപ്പോൾ അത് ചത്തുപോയപ്പോൾ. നബീസൂന് ഭയങ്കര ഇത് ഓളാണ് എന്നെ തിന്നാൻ കൊടുക്കലൊക്കെ. പഞ്ചായത്തിൽ നിന്ന് എത്തിരിച്ച് വാങ്ങി തരാൻ കജൂലേ? നിങ്ങളെ കാര്യത്തിൽ ആ വീഡിയോ ഭയങ്കര വൈറലായി, ലോകം മൊത്തം അറിയപ്പെട്ടു. ആ നിലക്കിഞ്ഞിപ്പോൾ അവരെ സഹായം തന്നെ നല്ല ഉണ്ടാവും. എന്നാൽ പോലും നമ്മളെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എല്ലാ മെമ്പർമാരും കൂടി ആലോചിച്ചിട്ട് നമുക്ക് വേണ്ട നിലക്ക് പരിഗണിക്കാം. ആ സഹായം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മെമ്പർമാർ കൂടി ആലോചിച്ച് ചെയ്തു തരാം. ആയിക്കോട്ടെ. ആരെ വരുന്നുണ്ടല്ലോ. കോട്ടൊക്കെ ഇട്ടൊരു മനുഷ്യനാണ്. ഇവിടെ ഈ ആളെ കണ്ടിട്ടില്ലല്ലോ. ബീരാങ്ക നീച്ചും ആരാ? നമ്മ മൂസേട്ടാണ് വരുന്നുണ്ട്. മൂസേട്ടോ? ആ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ മൂസാസേട്ട് നമ്മൾ ബീരാങ്കാക്കൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോ ഭയങ്കര വൈറലായി. അപ്പോൾ എന്തായാലും ബീരാങ്കക്ക് നല്ല സഹായം കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ബീരാങ്കയും മൂസാസേട്ടും വഴി തൊട്ടടുത്തുള്ളത്. കാക്ക വിഷമമൊന്നും വേണ്ട. ഞാൻ ഫേസ്ബുക്കിൽ കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ അപ്പം തന്നെ ഇവിടെ വിളിച്ച് അതിനുള്ള ഇങ്ങോട്ട് വരാനുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത്, പിന്നെ പക്ഷെ ഇങ്ങോട്ട് പോരാൻ കുറച്ച് പ്രയാസപ്പെട്ടു. വണ്ടി അപ്പുറത്ത് നിർത്തി. പിന്നെ എന്തൊക്കെയുണ്ട് പശുക്കൾ? ഒട്ടു വരേണ്ട പശുക്കളായിരുന്നോ? ഈ എച്ചപ്പിൻ്റെ പൈക്കളായിരുന്നു 2 ലക്ഷങ്ങൾ വിലയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോയില്ല അറ്റങ്ങൾ എൻ്റെ അടുത്തുനിന്ന്. മെമ്പർ, എൻ്റെ തിരക്ക് നിങ്ങൾക്ക് അറിയാലോ. സമയം ഉണ്ടായിട്ട് പോകുന്നതല്ല, ഒരുപാട് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ട രീതിയിൽ ഞാൻ ചെയ്യാം. MLA പോകുമ്പോൾ അയാൾ പിരിവിനാണ് ഇരിക്കുന്നത്. ആ വേണം. ബാലൻസ് വരുന്ന കാശ് നിങ്ങൾ ഈ വഴി നന്നായിക്കാണ്ടി. അടുത്ത വരവ് ഞാൻ ആ സന്തോഷത്തിന്റെ വരവാകും. ആയിക്കോട്ടെ. ഞാൻ പോട്ടെന്നാല്. അല്ല, മോനുണ്ട് ഇളനീരെടുക്കാൻ പോയിട്ട്, അത് കുടിച്ചിട്ട് പോവാ. അല്ല, സേട്ടിന് അങ്ങനെ പുറത്തുനിന്നൊന്നും ഭക്ഷണമൊന്നും പറ്റില്ല. അതിനൊക്കെ ഓരോരോ സമയവും ചുറ്റൊക്കെ ഉണ്ട്. നമുക്ക് പിന്നീട് എടുക്കാം. ബിരാങ്ക, ഞാൻ മൂപ്പരൊന്ന് കണ്ടാട്ടെ. ഇപ്പൊ കിട്ടിയൊരു ചാൻസാണ്. നല്ല പ്ലേസ്. എന്താണ് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമുക്ക് പ്രശ്നം തന്നെ ഒരു ചാരിറ്റിൻ്റെ വിഷയം പറഞ്ഞിരുന്നു. ഒരു നമ്മൾ സൂചന തന്നില്ല, ഒരു ആംബുലൻസിന്റെ കാര്യം. അത് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ശരി. അന്ന ഞാൻ ആ വായുള്ളത് കടിച്ചു. എവിടെ കുഞ്ഞോനേച്ച് ഇജ്ജ് ഇവിടെ അടുക്കണ വല്ലതും അറിയണ്ടാ? ഇജ്ജ് ഇവിടെ പൈക്കളെ നോക്കി ഇങ്ങനെ നടന്നോ? എന്താ ഭാഷ? കുഞ്ഞാനെ, ഇജ്ജ് പറഞ്ഞത് ശരി തന്നെ കേട്ടോ. ആ സുക്കൂറും ബീരാങ്കേ ഉടായിപ്പ് തന്നെയാണ്. ഓലെ വീഡിയോ ഇട്ട് കണ്ടേ, അത് വൈറലായി കണ്ടേ. ഇപ്പം ആ മൂസാസേട്ടൊന്ന് കണ്ടേ ലക്ഷങ്ങളെ ചെക്ക് കൊടുത്ത് കണ്ട് പോയിപ്പോ. അറിഞ്ഞത്? അതേ, ഞാൻ ഇവിടെ ഉണ്ടാവുമ്പേ ബീരാങ്കാക്ക് ആരും പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ഒരു പൈസ അയാൾ കിട്ടൂല. അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് പണിയാ കുഞ്ഞാനെ എടുത്ത്? അത് മാഷേ, മൂസാസേട്ടുവേ തിരിച്ചു പോകുമ്പോൾ ഞാൻ കണ്ടിരുന്നു. അയാളോട് ഞാൻ സംഗതിയൊക്കെ പറഞ്ഞേക്കണേ. ഇയാൾ പഴയ ബിരിയാണി കൊടുത്തുകൊണ്ടാണ് അത് ചത്തത് എന്ന് പറഞ്ഞേക്കണം. കൊന്ന മാതിരിയാണ് പറഞ്ഞേക്കണത്. അപ്പം അയാൾക്ക് സംഗതി മനസ്സിലായിക്കണം. എനിക്കിപ്പോൾ നല്ല തീർപ്പതിയായില്ലേ? കിട്ടിയ അവസരിച്ച് നല്ലോണം മുതലാക്കിയാലോ. അതുകൊണ്ട് ഇപ്പം എന്താ, എനിക്ക് ഇനി വാണിയംകുളത്തേക്ക് ഒരു ട്രിപ്പും കൂടെ കിട്ടി. അയാളൊരു ചേമ്പിലെ ട്രിപ്പ് എനിക്ക് വേണ്ട. ആ തന്തൻ്റെയും മോൻ്റെയും മാതിരിയുള്ളേ നക്കിയാളെ ഈ പഞ്ചായത്തിൽ തന്നെ ഇല്ല. ഇപ്പാ ഈ ചെക്കില് പൈസ വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ 4ാമത്തെ ഘട്ടല്ലേ ബാങ്കിക്ക് പോണേ. ബാങ്കുകാർ പറഞ്ഞത് ഈ ചെക്ക് ബ്ലോക്ക് ആണെന്നാണ്. ഇത് എത്തിനും പറ്റില്ല, അതവിടെ വെച്ചോളി നിങ്ങളെ. എത്ര സുക്കൂറജ്ജി പറയേണ്ടത്? ആ മൂസാസേട്ടോ ഇതിൽ 5 ലക്ഷം ഉറുപ്പ്യ എഴുതിക്കാണ്ട് ഞമ്മക്ക് ഒപ്പിട്ടുകാണ്ട് തന്നതല്ലേ.
ഇപ്പൊ ബാങ്കിക്ക് കായ് വന്നിട്ടില്ല എന്താ ഇപ്പൊ ഉണ്ടായി? ആ ചെക്ക് ബ്ലോക്ക് തന്നെയാണ്. ബാങ്കര് വെറുതെ പറയില്ലപ്പാ. പിന്നെ അങ്ങാടിയിലേ ചില ആൾക്കാരൊക്കെ ഒരു വർത്താനുണ്ട്. നമ്മളെ പറമ്പിലെ കുഞ്ഞോല്ലേ, ഓനാ മൂസസിട്ട് വന്നുകാണ്ട് പോയില്ലേ നമ്മളെ പെരീന്ന് അന്നേ പൈക്കൾ ചത്തന്നേ. അന്നേ ആ ബൈക്കിന്ന് കണ്ടുകാണ്ട് എന്തൊക്കെ സംസാരിക്കൊണ്ട് അയാളോടൊന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഓൻ എന്തോ മണ്ണെണ്ണ വെച്ചിക്കണോ സംശയമുണ്ട്. പടച്ചോനെ, ആ കുരുത്തം കെട്ട ചെക്ക അതിൽ മണ്ണെണ്ണ വെച്ചേക്കണോ? അല്ലെങ്കിൽ തന്നെ ആ ചെക്കന് ഇന്നോട് ചെറിയൊരു ഈറുണ്ട്. എന്നാ ഓ മണ്ണെണ്ണ വെച്ചിട്ടുണ്ടാവും. വല്ലാത്തൊരു 5 ലക്ഷം ഉറുപ്പ്യ കിട്ടേണ്ടതാണ്, അതില്ലാതായല്ലേ സുക്കൂറെ. ഇനിയിപ്പാ ഞമ്മക്ക് 2 ആടും കുട്ടികളും കൂടി ഇല്ലേ, അറ്റിങ്ങൾക്കും കൂടി എന്തെങ്കിലും തിന്നാൻ കൊടുത്തുകൊണ്ട് നമുക്ക് വേറെ യൂട്യൂബറെ കൊടുത്താണ് ഒരു വീഡിയോ പിടിച്ചാണ്ട് വിട്ടാലോ? പൊന്നാര സുക്കൂറെ, ഇനി ഒരു വീഡിയോ ചെയ്തിട്ട ഒരു മനുഷ്യരെ ഇമ്മരത്തേക്ക് കൊണ്ടണ്ട. അന്റെ മൂർത്താവുന്ന് ഉണ്ടായതാണ് ഇത്. വല്ലാത്തൊരു പണിയാണ്. എവിടെ ഒരു കുട്ടിക്ക് ഒരു പജ്ജ് ചത്തക്കൂടാണ് കാണ്ട് കുറച്ച് കായിട്ടിക്കൂടാണ് കാണ്ട് ഇജ്ജ് അന്റെ മൂർത്താവുന്ന് ഉണ്ടായതല്ലേ ഇത്? വെറുതെ ആവശ്യമില്ലാത്തൊരു പരിപാടി. ആൾക്കാരെ കണക്കിന് ബീരാങ്കാക്കാക്ക് 5 ലക്ഷം കിട്ടിക്കണു, ബീരാങ്കാക്കാക്ക് 5 ലക്ഷം കിട്ടിക്കണു എന്നുള്ള വർത്താനാണ്. നമുക്ക് ഒരു ഉറുപ്പ്യ കിട്ടിയിട്ടില്ല. നാട്ടുകാര് മുഴുവൻ ഈ വീഡിയോ കണ്ട് വലിയ വൈറലായും ചെയ്തു എന്നാണ് കണ്ട് വല്ലാത്തൊരു ബസളത്തരായല്ലത്. ഇനി ഇജ്ജാതി പണിയൊന്നും ഇപ്പ കുട്ടി ആരോടും ചെയ്യരുത്, ഇപ്പാനോട് ചെയ്ത മാതിരി.